ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം എന്ന് നമുക്കറിയാം. ഇവ ദിനോസറുകളേക്കാൾ വലുതാണ് എന്നതാണ് സത്യം. ഇവയുടെ നാവ് ഒരു വലിയ ആനയെ താങ്ങാൻ മാത്രം വലുതാണ്. ഇതുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ദിനോസറായ അർജന്റീനോസോറസിന് 70 ടൺ ഭാരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള 3 ദിനോസറുകളെ ഒന്നിനു പിറകെ ഒന്നായി നിർത്തിയാലും അവ ഒരു നീലത്തിമിംഗലത്തിന്റെ ഭാരത്തിന് തുല്യമാകില്ല. ഒരു നീലത്തിമിംഗലത്തിന് ഒറ്റയടിക്ക് 100 കണക്കിന് ടൺ വെള്ളം അരിച്ചെടുക്കാൻ സാധിക്കും. കൂടാതെ അവയുടെ ഹൃദയത്തിന് ഒരു കുതിരയുടെ അത്ര ഭാരവുമുണ്ട്. അവയുടെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പിലും 500 ലിറ്റർ രക്തം ശരീരത്തിലൂടെ ഒഴുകുന്നുമുണ്ട്. മാത്രമല്ല അതിന്റെ ശബ്ദം 800 കിലോമീറ്റർ ദൂരെ വരെ കേൾക്കാനും സാധിക്കും. എന്നാൽ ഈ നീലത്തിമിംഗലം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കരയിൽ നടന്നിരുന്ന ഒരു ചെറിയ ജീവിയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ എങ്ങനെയാണ് ഇവ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളായി മാറി എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഭീമാകാരമായ ദിനോസറുകൾ ചുറ്റിത്തിരിഞ്ഞപ്പോൾ എല്ലാ റെക്കോർഡുകളും തകർത്ത ദിനോസറായിരുന്നു അർജന്റീനോസോറസ്. ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരയിലെ മൃഗമായിരുന്നു ഇവ. ഇവക്ക് 30 മുതൽ 35 മീറ്റർ വരെ നീളവും ഏകദേശം 70 ടണ്ണോളം ഭാരവും ഉണ്ടായിരുന്നു. അതായത് ഒരു വലിയ ട്രക്കിന്റെ അത്രയും ഭാരം. പക്ഷേ 3 അർജന്റീനോസോറസുകളെ ഒരുമിച്ച് നിർത്തിയാൽ അവയുടെ ആകെ ഭാരം ഏകദേശം 210ഓളം ടണ്ണായിരിക്കും. ഒരു നീലത്തിമിംഗലത്തിനും ഏകദേശം ഇതേ ഭാരമുണ്ടാകും. അതായത് 3 അർജന്റീനോസോറസിന് ഒരു നീലത്തിമിംഗലം. ഒരു എയർബസ് A320 പോലെയുള്ള വിമാനങ്ങൾ പോലും ചെറുതായി തോന്നുന്നത്ര വലുതാണ് നീലത്തിമിംഗലം. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് നീലത്തിമിംഗലങ്ങൾക്ക് ഇത്രത്തോളം വലിപ്പം വന്നത്? ബ്ലൂ വെയിൽ ഇന്നത്തെ രൂപത്തിലെത്തിയത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ്. ഇതിൻ്റെ പൂർവികർ പാക്കിസെറ്റസ് എന്നറിയപ്പെടുന്ന കരയിലെ ചെറിയ ജീവികളായിരുന്നു. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നദികളുടെയും തീരപ്രദേശങ്ങളുടെയും അടുത്താണ് ഇവ ജീവിച്ചിരുന്നത്. ഈ ജീവികൾക്ക് വെറും 1 മുതൽ 2 മീറ്റർ മാത്രമേ നീളമുണ്ടായിരുന്നുള്ളൂ. ചെന്നായയെ പോലെയായിരുന്നു ഇവ കാണപ്പെട്ടിരുന്നത്. മത്സ്യങ്ങളെയും ചെറിയ ജീവികളെയുമാണ് ഇവ കഴിച്ചിരുന്നത്. കാലക്രമേണ ഭക്ഷണം തേടി ഇവ കൂടുതൽ സമയം വെള്ളത്തിൽ ചിലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഇവ ജലജീവികളായി മാറുകയായിരുന്നു. ഈ മാറ്റത്തിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തു എന്നതാണ് മറ്റൊരു സത്യം. പതിയെ അവയുടെ കാലുകൾ നീന്താനുള്ള ചിറകുകളായി മാറുകയുണ്ടായി. വെള്ളത്തിലൂടെ എളുപ്പം സഞ്ചരിക്കാൻ ശരീരം നീളമുള്ളതും മിനുസമുള്ളതുമായി മാറി. വെള്ളത്തിൽ നിന്ന് പുറത്തു വരാതെ തന്നെ ശ്വാസമെടുക്കാൻ ബ്ലോ ഹോൾസും ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ബലീൻ തിമിംഗലങ്ങൾ കടലിൽ പ്രത്യക്ഷപ്പെട്ടു. പല്ലുള്ള തിമിംഗലങ്ങൾ വലിയ ഇരകളെ വേട്ടയാടിയപ്പോൾ ബലീൻ തിമിംഗലങ്ങൾ ഫിൽട്ടർ ഫീഡിംഗ് എന്ന പുതിയൊരു ഭക്ഷണ രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ രീതിയും കടലിലെ മാറ്റങ്ങളുമാണ് ബ്ലൂ വെയിലിന് ഇത്രയും വലിയ ശരീരം ലഭിക്കാൻ പ്രധാന കാരണമായത്. കൃത്യമായി പറഞ്ഞാൽ ഇവയുടെ ഭക്ഷണ രീതിയാണ് ഇവയുടെ വലുപ്പത്തിൻ്റെ പ്രധാന കാരണം. ബ്ലൂ വെയിലുകൾ കഴിക്കുന്നത് 1 മുതൽ 2 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ക്രില്ലുകളെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ തിമിംഗലം അതിൻ്റെ വലിയ വാ തുറന്ന് ക്രില്ലുകൾ നിറഞ്ഞ ഏകദേശം 200 ടണ്ണോളം വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതിൻ്റെ വായക്കുള്ളിൽ ഏകദേശം 300 മുതൽ 400 ബലീൻ പ്ലേറ്റുകളുണ്ട്. ഇത് ഒരു വല പോലെ പ്രവർത്തിക്കുകയും നീലത്തിമിംഗലം അതിൻ്റെ നാവ് ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് തള്ളുമ്പോൾ ക്രില്ലുകൾ ബലീൻ പ്ലേറ്റുകളിൽ കുടുങ്ങുകയും ചെയ്യുന്നു. ഒരു ബ്ലൂ വെയിലിന് ഒരു ദിവസം 4 ടൺ വരെ ക്രില്ലുകൾ കഴിക്കാൻ കഴിയുമത്രേ. ഈ ഫിൽട്ടർ ഫീഡിംഗ് രീതി വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഇതിന് വളരെ കുറഞ്ഞ ഊർജം മാത്രമേ ആവശ്യമുള്ളൂ. ക്രില്ലുകൾ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. അവയ്ക്ക് വേഗത്തിൽ നീന്താനോ ആക്രമിക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിമിംഗലത്തിന് കൂടുതൽ കഷ്ടപ്പെടാതെ തന്നെ ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നു. ഇങ്ങനെ ലാഭിക്കുന്ന ഊർജം അതിന് ശരീരം വളർത്താനും വലുതാകാനും സഹായിക്കുന്നു. കൂടുതൽ ക്രില്ലുകൾ കഴിക്കുന്ന തിമിംഗലങ്ങൾ കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊഴുപ്പ് ദൂരയാത്രകളെയും തണുപ്പുള്ള വെള്ളത്തെയും അതിജീവിക്കാൻ തിമിംഗലത്തെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിമിംഗലങ്ങൾ ജീവിച്ച് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതിനു പുറമെ കടലിൻ്റെ പ്രത്യേകതകളും ബ്ലൂ വെയിലിനെ ഒരു ഭീമാകാരനാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഏകദേശം 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഐസേജ് എന്ന ഒരു തണുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് കടലുകളെയും പ്രത്യേകിച്ച് ധ്രുവ പ്രദേശങ്ങളിലെ കടലുകളെയും മാറ്റിമറിച്ചിരുന്നു. തണുത്ത വെള്ളത്തിൽ കൂടുതൽ പോഷകങ്ങൾ ഉണ്ടാകും. ഇത് ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് വിളിക്കുന്ന ചെറിയ സസ്യങ്ങളെ കൂട്ടമായി വളരാൻ സഹായിച്ചിരുന്നു.
ക്രില്ലുകൾ ഫൈറ്റോപ്ലാങ്ക്ടൺ കഴിക്കുന്നതുകൊണ്ട് ക്രില്ലുകളുടെ കൂട്ടവും വളരെയധികം വർദ്ധിച്ചിരുന്നു. ഇത് ബലീൻ തിമിംഗലങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ലഭിക്കാൻ കാരണമായി. അങ്ങനെ ഈ ക്രില്ലുകളുടെ കൂട്ടത്തെ ഉപയോഗിക്കാൻ ബ്ലൂ വെയിലുകൾക്ക് പരിണാമം സംഭവിക്കുകയായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഫിൽട്ടർ ഫീഡിംഗ് ചെയ്യുന്ന തിമിംഗലങ്ങൾ വലുതായി വളരുകയും ചെയ്തു. ഈ സ്വഭാവം അവ അവരുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയായിരുന്നു. ഇതിനു പുറമെ കടലിൻ്റെ പ്ലവനശക്തിയും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ഒരു വസ്തുവിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ബലമാണ് പ്ലവനശക്തി. കരയിൽ ഗുരുത്വാകർഷണം കാരണം മൃഗങ്ങൾക്ക് അമിതമായി വലുതാകാൻ കഴിയില്ല. ദിനോസറുകളുടെ കട്ടിയുള്ള കാലുകൾ പോലെ അവയുടെ അസ്ഥികളും പേശികളും ഭാരം താങ്ങാൻ ശക്തമായിരിക്കണം. വെള്ളത്തിലാണെങ്കിൽ പ്ലവനശക്തി ശരീരത്തെ താങ്ങി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ അസ്ഥികൾ ഒടിയാതെ മൃഗങ്ങൾക്ക് കൂടുതൽ വലുതാകാനും സാധിക്കും. പക്ഷേ ഫിൽട്ടർ ഫീഡിങ്ങും ഇഷ്ടം പോലെ ക്രില്ലുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ശരീരത്തെ താങ്ങാൻ വേണ്ട ഭക്ഷണവും ലഭിക്കില്ലായിരുന്നു. സത്യത്തിൽ പണ്ട് ബ്ലൂ വെയിലുകൾ ഇന്ന് കാണുന്നതിനേക്കാൾ വലുതായിരുന്നു അത്രേ. എന്നാൽ പാരിസ്ഥിതിക കാരണങ്ങളും മനുഷ്യൻ്റെ ഇടപെടലും മൂലം ബ്ലൂ വെയിലുകൾ വംശനാശത്തിൻ്റെ വക്കിൽ എത്തുകയായിരുന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ പ്രത്യേകിച്ചും 1900-കളിൽ തിമിംഗല വേട്ടക്കാർ അവയുടെ മാംസത്തിനും എണ്ണയ്ക്കും ബലീനിനും വേണ്ടി ആയിരക്കണക്കിന് തിമിംഗലങ്ങളെ കൊന്നിരുന്നു. 1930-ൽ ഒരു വർഷം 500-ലധികം തിമിംഗലങ്ങളെ വരെ വേട്ടയാടിയിട്ടുണ്ടത്രേ. അവയുടെ എണ്ണം 1926-ൽ 1,50,000-ൽ നിന്ന് ഇന്ന് ഏകദേശം 20,000 മുതൽ 25,000-ആയി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. വേട്ടക്കാർ ഏറ്റവും വലിയ തിമിംഗലങ്ങളെ ലക്ഷ്യമിട്ടതുകൊണ്ട് തന്നെ അവയുടെ വലുപ്പത്തെയും അത് ബാധിച്ചിരിക്കാം എന്ന് അനുമാനങ്ങളുണ്ട്. 1986-ലാണ് തിമിംഗല വേട്ടയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇതിനു പുറമെ സമുദ്രം ചൂടുപിടിക്കുന്നത് ക്രില്ലുകളുടെ എണ്ണം കുറയ്ക്കാനും സാധ്യതയുണ്ട്. സത്യത്തിൽ സീറ്റേസി വർഗത്തിൽപ്പെട്ട സസ്തനിയായ ഒരു കടൽ ജീവിയാണ് തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലങ്ങൾ മത്സ്യങ്ങൾ അല്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് ഇവകൾ മുൻപ് പറഞ്ഞതുപോലെ സസ്തനികളാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അവയ്ക്ക് മുലയൂട്ടുക, ശ്വാസകോശം വഴി ശ്വസിക്കുക എന്നിങ്ങനെ സസ്തനികളുടെ മിക്ക പ്രത്യേകതകളും തിമിംഗലങ്ങൾക്കുമുണ്ട്. സത്യത്തിൽ തിമിംഗലവേട്ട ആരംഭിക്കുന്നതിന് മുൻപ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഏതാണ്ട് എല്ലാ മഹാസമുദ്രങ്ങളിലും നീലത്തിമിംഗലങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അന്റാർട്ടിക് പ്രദേശത്തായിരുന്നു ഇവയെ ഏറ്റവും കൂടുതലായി കണ്ടുവന്നിരുന്നത്. പിന്നീടുണ്ടായ 40 കൊല്ലങ്ങളിൽ തിമിംഗല വേട്ടക്കാർ ഇവയെ വൻതോതിൽ വേട്ടയാടുകയും വംശനാശത്തിൻ്റെ വക്കിൽ എത്തിക്കുകയുമാണ് ചെയ്തത്. വലുപ്പത്തിലും ഭാരത്തിലുമൊക്കെ തിമിംഗലങ്ങൾ വലുതാണെങ്കിലും ഇവയെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന മറ്റു കടൽ ജീവികളൊന്നുമില്ലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത്തരത്തിൽ തിമിംഗലങ്ങളെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന കടൽ ജീവികളാണ് കൊലയാളി തിമിംഗലങ്ങൾ എന്ന ഓർക്കകളും ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളും തുടങ്ങിയവയൊക്കെ. ഏതായാലും തിമിംഗലങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് കാണുന്ന വലുപ്പത്തിലോട്ട് എത്തിയത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.